നമസ്കാരം. ഇമ്മ്യൂണിറ്റി കമ്പ്യൂട്ടിങ്ങിൻ്റെ പുതിയൊരു എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മളൊരു തെങ്ങിൻ്റെ വീട്ടിലാണ് നിൽക്കുന്നത്. നമ്മൾ സംസാരിക്കുന്നത് ThengOSനെ കുറിച്ചാണ്. കേരളത്തിലെ ഒരു ടെക് കമ്മ്യൂണിറ്റി ഒരു സ്വന്തമായിട്ടൊരു ഓപ്പറേറ്റിംഗ് സിസ്റ്റം ഉണ്ടാക്കിയിരിക്കുകയാണ്. അതിൻ്റെ പേരാണ് ThengOS എന്നുള്ളത്. ഈ ThengOSൻ്റെ പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അത് ഉബുണ്ടു 18.10 അടിസ്ഥാനമാക്കിയിട്ടുള്ള ഒരു GNU Linux ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഉബുണ്ടുവിൽ നിന്നും ഉണ്ടാക്കിയെടുത്തുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഇതിൻ്റെ പ്രധാനപ്പെട്ട ഉദ്ദേശം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മലയാളത്തിൽ OS ലഭ്യമാക്കുക എന്നുള്ളതും മലയാളം ഡിക്ഷണറി പോലുള്ള ചില അത്യാവശ്യ ആപ്ലിക്കേഷനുകൾ പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് ലഭ്യമാക്കുക എന്നുള്ളതാണ്. അപ്പോൾ ThengOS കമ്മ്യൂണിറ്റിയാണ് ഇത് ബിൽഡ് ചെയ്യുന്നത്. അതിൻ്റെ ഭാഗമായിട്ട് കുറച്ച് ഞാനും പങ്കാളിയായിട്ടുണ്ട്. ഇതൊരു ഫ്രീ സോഫ്റ്റ്വെയറാണ്, അത് സ്വതന്ത്ര സോഫ്റ്റ്വെയർ ആണ്. സ്വതന്ത്ര സോഫ്റ്റ്വെയർ പ്രത്യേകത എന്ന് പറഞ്ഞാൽ മറ്റ് വിൻഡോസിനെ പോലെ ഒന്നുമില്ല. വിൻഡോസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ഉപയോഗിക്കാനുള്ള സ്വാതന്ത്ര്യം മാത്രമേ തരുന്നുള്ളൂ, നമുക്കത് വേറെ കൊടുക്കാനൊന്നും പാടില്ല. 4 സ്വാതന്ത്ര്യങ്ങൾ നൽകുന്ന സോഫ്റ്റ്വെയറാണ് ഫ്രീ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അതൊന്ന് ആ സോഫ്റ്റ്വെയർ ഉപയോഗിക്കാനുള്ള അവകാശം, അത് നിങ്ങൾക്ക് അതിൻ്റെ കോഡ് വായിച്ച് മനസ്സിലാക്കാനുള്ള അവകാശം, നിങ്ങൾക്കത് ആ ആപ്ലിക്കേഷൻ വേറെ ആൾക്ക് ഷെയർ ചെയ്യാനുള്ള അവകാശം, ആ ആപ്ലിക്കേഷൻ നിങ്ങളുടേതായ മാറ്റം വരുത്തി മറ്റൊരാൾക്ക് കൊടുക്കാനുള്ള അവകാശം. ഈ 4 അവകാശങ്ങളും തരുന്ന സ്വാതന്ത്ര്യങ്ങളും തരുന്ന സോഫ്റ്റ്വെയറാണ് സ്വതന്ത്ര സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഫ്രീ സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. അപ്പോൾ അതിൽ 4ാമത്തെ സ്വാതന്ത്ര്യം മുതലാക്കിയിട്ടാണ് നമ്മൾ ThengOS കൊണ്ടുവന്നിട്ടുള്ളത്. അതായത് നമ്മൾക്കതിൽ മാറ്റം വരുത്തിയിട്ട് മറ്റുള്ള ആൾക്ക് കൈമാറാനുള്ള അവകാശം. ഇത് ഫ്രീ ആയിട്ട് എല്ലാവർക്കും അവൈലബിൾ ആണ്. ഈ താഴെയുള്ള ലിങ്കിൽ നിന്നും ഡിസ്ക്രിപ്ഷനിൽ നിങ്ങൾക്ക് ആ OS ഡൗൺലോഡ് ചെയ്യാം. ഡൗൺലോഡ് ചെയ്ത് ഉപയോഗിച്ച് നോക്കാം. അതിനകത്ത് ഒരുപാട് ആപ്ലിക്കേഷൻസ് പ്രീ ഇൻസ്റ്റാൾഡ് ആയിട്ട് വന്നിട്ടുണ്ട്. മലയാളത്തിലാണ് നിങ്ങൾക്ക് OS ലഭ്യമാവുക. അത്യാവശ്യം വേണ്ട ചില ആപ്ലിക്കേഷൻസും മലയാളം ഡിക്ഷണറിയും, ഇതിലെ വാക്കുകൾ ക്ലിക്ക് ചെയ്താൽ അപ്പം തന്നെ മലയാളം അർത്ഥം വരുന്ന തരത്തിലുള്ള ഡിക്ഷണറി ഒക്കെ ഇതിൽ സജ്ജമാക്കിയിട്ടുണ്ട്. അപ്പോൾ നിങ്ങളെല്ലാവരും ആ OS ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് നോക്കുക. ഇത് വളരെ ബീറ്റ സ്റ്റേജിലാണ്. നമ്മൾ കേരളപ്പിറവിയോടനുബന്ധിച്ച് പെട്ടെന്ന് ഇറക്കി എന്നേ ഉള്ളൂ. ഒരുപാട് ഇമ്പ്രൂവ്മെൻറ്റ്സ് ഇനിയും വരാനുണ്ട്, ഒരുപാട് അപ്ഡേറ്റുകൾ ഇനിയും വരാനുണ്ട്. തുടക്കം മാത്രമാണ്. നമുക്കെന്തായാലും ആ OS ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് അതിൻ്റെ OSനകത്ത് എന്തൊക്കെയാണെന്നൊന്ന് കാണാം. ThengOS ലോഡ് ചെയ്യുന്ന പ്ലേമൗത്താണ് കാണുന്നത്. ThengOSൻ്റെ ലോഗോ ഇങ്ങനെയാണ്. നമ്മൾ ഷെയ്ഖ് മുഹമ്മദ് എന്ന് പറയുന്ന ഫ്രണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് ലോഗോ. ഇതാണ് ഇതിൽ ഡിഫോൾട്ടായിട്ട് വരുന്ന ആപ്ലിക്കേഷൻസ്. ഐക്കൺ തീംസൊക്കെ നമുക്ക് ഇഷ്ടമനുസരിച്ച് മാറ്റാം. ഗ്നോമാണ് ഇതിൻ്റെ DE ആയിട്ട് വന്നിട്ടുള്ളത്. ഗ്നോം 3.3 ആണ് ഇതിൻ്റെ DE വരുന്നത്. ഉബുണ്ടു 18.10 ആണ് ഇതിൻ്റെ ഒഫീഷ്യൽ വെർഷൻ. ഇനി സ്റ്റേസർ എന്ന് പറയുന്ന ഒരു സിസ്റ്റം മോണിറ്റർ ആപ്ലിക്കേഷനാണ് അതിന് ഡിഫോൾട്ടായിട്ട് വരുന്നത്. അത് നോക്കിയാൽ കാര്യം നല്ല വൃത്തിയുള്ള സിസ്റ്റം മോണിറ്ററാണ്. നമ്മുടെ പ്രോസസ്സും കാര്യങ്ങളൊക്കെ കാണാൻ വേണ്ടി പറ്റും. അടുത്തത് QStar ഡിക്റ്റ് എന്ന് പറയുന്ന ഡിക്ഷണറിയിൽ മലയാളം ഡിക്ഷണറി നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏതൊരു വാക്ക് സെർച്ച് ചെയ്താൽ നമുക്കതിന് മലയാളം അർത്ഥം അവിടെ കിട്ടും. ഏതൊരു വാക്ക് സെലക്ട് ചെയ്തിട്ട് കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക്കലി അതിൻ്റെ വാക്കുകൾ അർത്ഥം. പിന്നെ നമ്മൾ ടെലിഗ്രാമാണ് അതിൽ ആഡ് ചെയ്തിട്ടുള്ളത്. ടെലിഗ്രാം ThengOS എന്ന് പറഞ്ഞ ഗ്രൂപ്പിൻ്റെ സപ്പോർട്ട് ഗ്രൂപ്പുണ്ട്. നിങ്ങൾക്കത് ജോയിൻ ചെയ്യാം. സംശയങ്ങളും പ്രശ്നങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതിൽ ചോദിക്കാം. കമ്മ്യൂണിറ്റി ഗ്രൂപ്പാണ്. പിന്നെ കാലാവസ്ഥ ആപ്ലിക്കേഷൻ ഉണ്ട്. കാലാവസ്ഥ അനുമതി കൊടുത്തു കഴിഞ്ഞാൽ നെറ്റിലേക്ക് കണക്ട് ചെയ്തിട്ട് കാലാവസ്ഥയുടെ വിവരങ്ങൾ കൊണ്ടുവരും. മലയാളത്തിലാണ് നമുക്ക് കാലാവസ്ഥ അത് കാണാൻ വേണ്ടി കഴിയുക. അടുത്തത് മാപ്പാണ്. ഇത് ഓൺലൈൻ മാപ്പാണ്. നമ്മൾ നെറ്റ് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ സമയത്തുള്ള മാപ്പ് നമുക്കിതിൽ കാണാൻ വേണ്ടി കഴിയും. എറണാകുളം മാപ്പ് അതിൻ്റെ സാറ്റലൈറ്റ് വ്യൂ ഇതിനകത്തുണ്ട്. അടുത്തത് VLC പ്ലെയറാണ് നമ്മളിതിൽ മീഡിയ പ്ലെയറായിട്ട് ഉൾപ്പെടുത്തിയിട്ടുള്ളത്. VLC പ്ലെയർ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് പാട്ട് കേൾക്കുക, വീഡിയോ കണക്ട് ചെയ്യാം. പിന്നെ മ്യൂസിക് പ്ലെയറുണ്ട്. ഒഡാഷ്യസ് എന്നുള്ള മ്യൂസിക് പ്ലെയറാണ് ഇതിനകത്ത് യൂസ് ചെയ്യുന്നത്. നമുക്ക് പാട്ട് കേൾക്കാൻ വേണ്ടി ഇത് ഉപയോഗിക്കാം. ഫയർഫോക്സ് ആണ് അതിൽ ബ്രൗസറായിട്ട് വരുന്നത്. ഫയർഫോക്സ് ഏറ്റവും ലേറ്റസ്റ്റ് വെർഷൻ ആയിട്ടുള്ള 63 ആണ് വെർഷൻ. നമുക്ക് അതിൻ്റെ ബോട്ട് നോക്കിയാൽ കാണാം. ഫയർഫോക്സ് കോണ്ടമാണ് ഉപയോഗിക്കുന്നത്. വെർഷനാണ് ഫയർഫോക്സ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളത്. അതുപോലെ നമുക്കിതിൻ്റെ സെറ്റിങ്സ് ഒന്ന് നോക്കാം. മലയാളത്തിലാണ് ഇതിൻ്റെ മെനുകളും കാര്യങ്ങളും സജ്ജമാക്കിയിട്ടുള്ളത്. ഇതാണ് ഡിഫോൾട്ടായിട്ടുള്ള വാൾപേപ്പറുകൾ. കേരളത്തനിമ യൂർന്ന ചില കേരള വാൾപേപ്പറുകളൊക്കെയാണ് ഇതിനകത്തുള്ളത്. വാൾപേപ്പർ ഒന്ന് മാറ്റി നോക്കാം. ഓക്കെ, അത് ഡിഫോൾട്ടായിട്ട് വാൾപേപ്പർ മാറ്റി ഇത്തരത്തിലുള്ള അവൈലബിൾ ആയിട്ടുള്ള
LibreOffice 6 ആണ് LibreOfficeൻ്റെ വെർഷൻ വരുന്നത്. 6.1.2 ആണ് വെർഷൻ. സെറ്റിങ്സുകളൊക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഇതാണ് ThengOS. കേരളത്തിലൊരു കമ്മ്യൂണിറ്റിയാണ് ഇതിൻ്റെ പുറകിലുള്ളത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു എന്ന് പ്രതീക്ഷിക്കുകയാണ്. ഇത്തരത്തിലുള്ള ഒരുപാട് വീഡിയോകളുമായിട്ട് ഇമ്മിൻ്റെ കമ്പ്യൂട്ടിംഗ് വീണ്ടും വരും. അപ്പോൾ ThengOS ഡൗൺലോഡ് ചെയ്ത് ഇൻസ്റ്റാൾ ചെയ്തവർ നിങ്ങളുടെ അനുഭവങ്ങൾ പങ്കുവെക്കുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. മറ്റൊരു വിഷയമായി വീണ്ടും കാണുന്നവരെ നന്ദി, നമസ്കാരം. അതുകൊണ്ട് അടുത്ത വണ്ടി വരുന്നുണ്ട്.